സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം. കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3. ദൗത്യത്തിന്റെ പേര് പ്രോബ 3. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ്. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ് 6A ആണ്. വകുപ്പ് 6A. കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം. കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. സ്കൈ സ്കാനറിന്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ 10ാം സ്ഥാനത്ത് ഇടം പിടിച്ചത്. 10ാം സ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സ്കൈ സ്കാനറിന്റെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ 10ാം സ്ഥാനത്ത് ഇടം പിടിച്ചത് തിരുവനന്തപുരം. 2024 നവംബറിൽ അന്തരിച്ച ആദ്യ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി. 2024 നവംബറിൽ അന്തരിച്ച ആദ്യത്തെ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? കിക്കി ഹക്കാൻസൺ ആണ്. കിക്കി ഹക്കാൻസൺ. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതി. കേരളത്തിലെ 5 ലക്ഷത്തോളം പേർക്ക് കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതി. കേര പദ്ധതിയുടെ പേര് കേര. അംഗീകാരം ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതിയാണ്. ഇന്ത്യയിൽ ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ബോംബർ ഡ്രോൺ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ബോംബർ ഡ്രോണാണ് FWD-200B. FWD-200B. ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ അല്ലെങ്കിൽ വന്ദേ ഭാരത് മെട്രോ ബന്ധിപ്പിക്കുന്നത് അഹമ്മദാബാദിനെയും ഭുജിനെയും തമ്മിലാണ്. അഹമ്മദാബാദ് ഭുജ്. ലോക ജൈവ ഇന്ധന ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10. ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ. ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB-വാക്. MTB-വാക്. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി. കേരളത്തിൽ ആദ്യമായിട്ട് സ്ട്രോങ് ലൈസൻസ് നേടിയ വനിത. കേരളത്തിൽ ആദ്യമായിട്ട് സ്ട്രോങ് ലൈസൻസ് നേടിയ വനിത S. സന്ധ്യ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏത്? റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരളം. പദ്ധതിയുടെ പേര് സേഫ് കേരളം. രാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു? രാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു? 2ാമത്തെ വനിതയാണ്. പ്രതിഭ പാട്ടേലാണ് രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വനിത. 2ാമത്തേത് ദ്രൗപദി മുർമു.
കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയിൽ താഴെത്തുടുക്കി. ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ. ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ് ആണ് ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. പദ്ധതിയുടെ പേര് പൊൻവാക്ക്. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമിയാണ്. രാമകൃഷ്ണൻ ശിവസ്വാമി. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കുമരകവും ബേപ്പൂറുമാണ്. കുമരകം, ബേപ്പൂർ. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ IPS ആണ്. റവാഡ എ ചന്ദ്രശേഖർ IPS. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായി അംഗത്വം നേടിയ പുതിയ രാജ്യം. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ് ആണ്. ദിവ്യ ദേശ്മുഖ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ജില്ല. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ജില്ല. നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ 2023-24 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. കേരളത്തിന്റെ സ്ഥാനം 4-ാം സ്ഥാനമാണ്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ടാക്സി. പദ്ധതിയുടെ പേര് ഭാരത് ടാക്സി. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് നെറ്റ്. ഭാരത് നെറ്റ്. ഭാരത് നെറ്റ്. ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ കർഷക ആത്മഹത്യ കൂടുതലുള്ള സംസ്ഥാനം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ കർഷക ആത്മഹത്യ കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K-വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായിട്ട് K-വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ചൈനയാണ്. ചൈന. സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. ഓപ്പറേഷൻ വനരക്ഷ. ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം. ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 10. ജൂലൈ 10.
ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആര്? ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആർ വെങ്കടരമണിയാണ്. ആർ വെങ്കടരമണി. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ല. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് ഒമാൻ. 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നേവി മുംബൈ ആണ്. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEPയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരി ജിനാലി മോദിയാണ്. ജിനാലി മോദി. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEPയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച കർണാടക സ്വദേശി ആരാണ്? വിദൂഷി ദീക്ഷാവിയാണ്. വിദൂഷി ദീക്ഷാവി. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണൻ. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂഡൽഹി. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യം ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ് IMAP. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രിയോഡ. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരാണ് ട്രിയോണ്ട. സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് പാറളം ഗ്രാമപഞ്ചായത്താണ്, തൃശ്ശൂർ ജില്ല. കേരളത്തിലെ അവക്കാഡോ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ അവക്കാഡോ നഗരം അമ്പലവയൽ. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീലാണ്. ബ്രസീൽ. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ്, ചെന്നൈ. പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, ചെന്നൈ. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് അന്തകവള്ളികൾ സേതു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനം കർണാടകയാണ്. കർണാടക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് ഹരിയാനയിലാണ്. ഹരിയാന. 2023-24 ആർദ്ര കേരള പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ്, പാലക്കാട് ജില്ല. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്താണ്, എറണാകുളം ജില്ല. മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ്, ഇടുക്കി. ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. മികച്ച മുനിസിപ്പാലിറ്റി ആർദ്ര കേരള പുരസ്കാരത്തിലെ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ഏതാണ്? കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളമാണ് ന്യോമ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ പുരസ്കാരം മലയാളത്തിൽ നിന്നും നേടിയത്
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ പുരസ്കാരം മലയാളത്തിൽ നിന്നും നേടിയത് അഖിൽ പി ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം. ഇസ്രായേലുമായി സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേര്. ഇസ്രായേലുമായിട്ട് സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ. ലോക അവയവദാന ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 13. ലോക അവയവദാന ദിനം ഓഗസ്റ്റ് 13. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ വാതിൽപ്പടിയിലെത്തിക്കാൻ കുടുംബശ്രീയുടെ പദ്ധതി. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ വാതിൽപ്പടിയിലെത്തിക്കാൻ കുടുംബശ്രീയുടെ പദ്ധതിയാണ് സഖി. പദ്ധതിയുടെ പേര് സഖി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ പ്രമേയം. 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം കാട്ട്ല തുറമുഖമാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറാണ്. ജസ്റ്റിസ് നിതിൻ ജംദാർ. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ. 2-ാം സ്ഥാനം ചൈന. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏത്? LMV-3 ആണ്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് LMV-3. 2025 ഏപ്രിൽ 22 ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ പ്രദേശം. 2025 ഏപ്രിൽ 22 ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ പ്രദേശം പഹൽഗാമാണ്. പഹൽഗാം. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. 2023 ജൂലൈ 14 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? 14 ഭൗമദിനങ്ങളാണ്. 14 ഭൗമദിനങ്ങൾ. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. 15ാമത് ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ്. അജയ് ബംഗ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഹെക്സ് 20 ആണ്. ഹെക്സ് 20. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ ആണ്. മനു ഭാക്കർ. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റിനാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിനാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അടുത്ത ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീകാന്ത് കോട്ടയ്ക്കൽ. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാം ഡോർ നേടിയത്.
78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംഡോർ നേടിയത് ജാഫർ പനാഹിയാണ്. ജാഫർ പനാഹി. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ആര്? ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ജി ഹരികൃഷ്ണനാണ്. ജി ഹരികൃഷ്ണൻ. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏത്? പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഡൽഹി നിയമസഭയാണ്. ഡൽഹി നിയമസഭ. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനത്തിന്റെ 2025 പ്രമേയം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം നെഗ്ലേറിയ ഫൗലേറിയാണ്. നെഗ്ലേറിയ ഫൗലേറി. 2026 നടക്കുവാൻ പോകുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശൂർ. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അവസാനത്തെ ചോദ്യം, വയനാട്ടിലെ കർഷകനായ ആലഞ്ചേരി ബാലകൃഷ്ണൻ വികസിപ്പിച്ച 15 വർഷത്തെ പേറ്റന്റ് ലഭിച്ച മഞ്ഞൾ ഇനം 916. മഞ്ഞൾ ഇനത്തിന്റെ പേരാണ് 916. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.